ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡെയിലി വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കില്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. ഇവിടെ നല്ല മഴയുണ്ട് കേട്ടോ. അപ്പോൾ അതേ ഇന്നലെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ്. എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ കറണ്ട് ഉണ്ടായിരുന്നില്ല. കുറേ കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ കറണ്ട് വന്നത്. അപ്പം അതുപോലെ ഇന്നലെ നമ്മുടെ കുട്ടി ദോശയായിരുന്നു കേട്ടോ ഉണ്ടാക്കുന്നത്. മക്കൾക്ക് ഈ ഒരു ദോശ നല്ല ഇഷ്ടമാണ്. അപ്പം എന്തായാലും അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഇഡ്ഡലീനെ തീരെ ഒഴിവാക്കിയ പോലെയാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഒരു ദിവസം ചാച്ചുകുട്ടി ഇഡ്ഡലി ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പക്ഷേ ഞാൻ അങ്ങോട്ട് മറന്നു കേട്ടോ. ഇത് ദോശ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടം തന്നെയാണ്. അപ്പോൾ ഇനി വേറൊരു ദിവസം ഇഡ്ഡലി ഉണ്ടാക്കാൻ. ഇപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കിയാലേ കിച്ചുമോന് തീരെ ഇഷ്ടമില്ല കേട്ടോ. അപ്പം അതുകൊണ്ടാണ് ഇപ്പോൾ ഇതാവുമ്പോൾ എല്ലാവരും അങ്ങനെ കഴിച്ചോളൂല്ലോ. പിന്നെ ദോശ ഉണ്ടാക്കുന്ന പാത്രവും ഇഡ്ഡലി പാത്രവും ഒക്കെ കൂടി കഴുകാനും ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇപ്പം മഴ ആയതുകൊണ്ട് തന്നെ എനിക്കാണെങ്കിൽ പാത്രങ്ങൾ ഉണക്കി എടുത്ത് വയ്ക്കുന്നതാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം. ആ നനവുടക്കനെ കൊണ്ടുവന്ന് വയ്ക്കുമ്പോൾ ഒരു എന്തോ പോലെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കൂടി നോക്കുമ്പോൾ ഞാൻ ദോശ ഉണ്ടാക്കുകയാണ് നല്ലതെന്ന് അങ്ങനെ തോന്നി. അപ്പോൾ ദോശ ഉണ്ടാക്കൽ ഒരു 1/4 ഭാഗം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷമാണ് കറണ്ട് വന്നത്. അപ്പോഴേക്കും ഞാൻ നാളികേരമൊക്കെ ചിരകി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ വരികയാണെങ്കിൽ വേഗം തന്നെ നമുക്കതൊക്കെ അരച്ചെടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഉള്ളി സാമ്പാറാണ് കേട്ടോ ഇന്നലെ ഉണ്ടാക്കിയത്. കഴിഞ്ഞ ദിവസം നമ്മൾ ഉള്ളിയൊക്കെ തോല് കളഞ്ഞു വെച്ചു എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ എന്തായാലും ഉള്ളി സാമ്പാറാണ് ഇന്നലെ ഉണ്ടാക്കിയത്. അപ്പോൾ കിച്ചുമോനാണെങ്കിൽ നാളികേര ചട്നി ആണെങ്കിലാണ് കേട്ടോ നല്ലോണം കഴിക്കുക. അപ്പം ഞാൻ അവന് വേണ്ടിയിട്ട് നാളികേര ചട്നി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് കറണ്ട് വന്നു. അപ്പം ഞാൻ വേഗം തന്നെ അതിലേക്ക് മുന്നേ വേഗം ജാറിൽ ചട്നി അരയ്ക്കാനുള്ള നാളികേരവും പൊട്ടുകടലയും പിന്നെ തൈരൊക്കെ ഒഴിച്ചിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും പച്ചമുളകും ഒക്കെ ചേർത്തിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കറണ്ട് വന്ന വേഗം തന്നെ നമുക്ക് അരച്ചെടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ പരിപ്പൊന്നും വേവിച്ചിട്ടില്ല കേട്ടോ. ആദ്യം തന്നെ ഞാൻ നാളികേരം വറുത്ത് വയ്ക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മുടെ ചട്നിക്കുള്ളത് അരച്ച് വെച്ചു എന്ന് പറഞ്ഞല്ലോ, അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചെറിയ ചീനച്ചട്ടി ഇത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ ചെറുപയർ കാച്ചിയതാണ് കേട്ടോ. ഉപ്പേരി പിന്നെ ഉള്ളിയൊക്കെ മൂപ്പിച്ച് കാച്ചിയതാണ്. അപ്പോൾ അതാണ് വലിയ ചീനച്ചട്ടിയിലുള്ളത്. നാളികേരം വറുത്ത് വെച്ചത് കൊണ്ട് തന്നെ ഈ ഒരു നമ്മുടെ മീഡിയം ചീനച്ചട്ടി ഉണ്ടല്ലോ, അപ്പോൾ ഏറ്റവും ചെറുതാണ് കേട്ടോ നമ്മൾ കടുക് പൊട്ടിക്കാനൊക്കെ ഉപയോഗിക്കുന്നത്. പിന്നെ വലിയ ചീനച്ചട്ടിയിൽ നമ്മൾ കൂടുതലായിട്ടൊക്കെ ഓരോന്ന് ഉപ്പേരിയാണെങ്കിലും ക്യാബേജ് ഒക്കെ അങ്ങനെ വെക്കുന്ന സമയത്ത് നമുക്ക് എടുക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ അതാണ് കേട്ടോ. എനിക്ക് കൂടുതലും ആ ഇടത്തരം ചീനച്ചട്ടിയാണ് കേട്ടോ കൂടുതൽ നമ്മൾ ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ എന്തായാലും ചീനച്ചട്ടി ഒഴിവില്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഞാൻ കുറച്ച് ചെറുപയറേ ഉള്ളൂ. ഏട്ടന് കൊടുത്തു വിടാനാണ് കേട്ടോ. അവിടെ കുട്ടികളൊന്നും കഴിക്കില്ല ചെറുപയർ. അപ്പം ഞാനാണ് പിന്നെ കഴിക്കുന്ന ആൾ. അതും അധികം കഴിക്കില്ല കേട്ടോ, ഒരിത്തിരി എടുക്കുള്ളൂ. അപ്പോൾ ഒരിത്തിരിയേ ഉള്ളൂ അതിൽ. പക്ഷേ വലിയ ചീനച്ചട്ടിയിലാണ് സംഭവം. അങ്ങനെ ഇനിയിപ്പോൾ ചട്നി നമ്മളിത് ഒഴിവാക്കിയിട്ടോ. അപ്പം ഞാൻ ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് തീരെ ഫ്ലെയിം കുറവാണ് കേട്ടോ ഈ ഒരു അടുപ്പിൽ, ചെറിയ ചീനച്ചട്ടി വെച്ചിട്ടുള്ളതിൽ. അപ്പോൾ അതിൽ കടുക് ഇട്ട് കൊടുത്തിട്ട് ഇത്തിരി നേരമായിരിക്കണം കേട്ടോ, പൊട്ടിയിട്ടില്ല. അപ്പോൾ ചട്നി അരച്ച് വെച്ചത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കടുക് പൊട്ടിച്ചിട്ട് നമുക്ക് ആ പാത്രത്തിലേക്ക് ഒഴിക്കുകയാണല്ലോ ഇപ്പോൾ നമ്മൾ ചെയ്യാറുള്ളത്. അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ അതേ സമയത്ത് കടുക് പൊട്ടിയിട്ടോ. അപ്പോൾ ആ സമയത്ത് ഞാൻ കുറച്ച് കറിവേപ്പിലൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തു. അപ്പോഴേക്കും നമ്മുടെ പരിപ്പ് എടുത്തിട്ടേ വേഗം കഴുകിയിട്ട്, അപ്പോൾ പരിപ്പിൻ്റെ കൂടെ തന്നെ ഞാൻ ഉള്ളിയും പിന്നെ ഒരു തക്കാളിയും ചേർത്ത് കൊടുക്കാറുണ്ട് കേട്ടോ. ഉള്ളി സാമ്പാർ വയ്ക്കുന്ന സമയത്ത് നല്ല അടിപൊളി ടേസ്റ്റാണല്ലേ ഈ ഉള്ളി സാമ്പാർ. എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. ഇപ്പോൾ പിന്നെ അടുപ്പിച്ചിങ്ങനെ വെക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സിമ്പിളും ആണ്. ഉള്ളി തൊലി കളഞ്ഞ് വെക്കണം എന്നുള്ള ഒരു പണിയുള്ളൂ കേട്ടോ. പിന്നെ വെക്കാൻ ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ ഇനിയിപ്പോൾ പരിപ്പ് കഴുകി വെക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ദോശ ഉണ്ടാക്കൽ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ലാസ്റ്റത്തെ കൂടി ഉള്ളൂ. അപ്പോൾ അതും കൂടി കഴിഞ്ഞാൽ അടുപ്പത്ത് ഈ കുക്കർ വെക്കാമെന്ന് വിചാരിച്ചിട്ടേ. അപ്പം ഞാനിത് പരിപ്പ് എടുക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ഉള്ളിയൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ ഉള്ളിയൊക്കെ ഫ്രിഡ്ജിലാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതെടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കഴുകി ഇതിലേക്ക് ഇട്ടാൽ പിന്നെ തക്കാളിയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാമല്ലോ. അങ്ങനെയാണ് കേട്ടോ നമ്മൾ വെക്കാറ്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇടാറുണ്ട് കേട്ടോ. ഇവിടെ മേടിക്കുന്ന പരിപ്പ് എല്ലാതും അതെ കേട്ടോ, നമ്മൾ നല്ലോണം വേവാറുണ്ട്. ഒരു വിസിൽ വരുമ്പോഴേക്കും നല്ല
വെന്തങ്ങോട്ട് ഇതാവും. ഇപ്പം നമ്മൾ കുത്തി കാച്ചുന്ന സമയത്തൊക്കെ വല്ലാണ്ട് അങ്ങോട്ട് വെന്തുണ്ടെച്ചെങ്കിൽ രസമില്ല അല്ലേ. അതിനാകുമ്പോൾ ഇത്തിരി കല്ലം പരിപ്പുണ്ടല്ലോ, അതാണല്ലേ കുത്തി കാച്ചാനൊക്കെ നല്ലത്. ഇവിടെ നമ്മളങ്ങനെ കുത്തി കാച്ചലൊക്കെ കുറവാണ് കേട്ടോ. അതും വലിയ ഇഷ്ടമൊന്നുമില്ല. ഏട്ടന് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കണമെങ്കിൽ തന്നെ കുറച്ചേ ഉണ്ടാക്കുള്ളൂ. അത് ഏട്ടന് കൊടുത്തു വിടാൻ മാത്രമേ ഉണ്ടാവാറുള്ളൂ. അപ്പോൾ അതേ തക്കാളിയും കൂടെ എടുത്തിട്ട് ഇനിയിപ്പോൾ അത് നാലാക്കിയിട്ട് അങ്ങനെ അതിൽ കട്ട് ചെയ്തിടുകയാണ് കേട്ടോ. പിന്നെ ഒരു കുറച്ച് ഉപ്പും കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമ്മളാണ് അടുപ്പത്ത് വയ്ക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ നാളികേരമൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് അരച്ചിട്ടില്ല കേട്ടോ ഈ ഒരു സമയത്ത്. അപ്പോൾ അത് ഗ്യാപ്പ് കിട്ടുമ്പോൾ അത് വേഗം അരച്ചെടുക്കും. ഏറ്റവും ഒടുവിലാണ് കേട്ടോ ഇപ്പോൾ നമ്മുടെ ചോറ് വെപ്പ്. ഏറ്റവും പണികളൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ എന്ന് പറയുമ്പോൾ എന്നും നേരത്തെ എണീക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഈ ശീലം മാറ്റണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് പണികളൊക്കെ ഇതാന്ന് പറയുമ്പോഴേക്കും കഴിയുന്നുണ്ട് കേട്ടോ. പിന്നെ ഫ്രീ ടൈമും കിട്ടുന്നുണ്ട്. അല്ലാതെ ആകുമ്പോഴേക്കും നമുക്ക് പണി ഒരുങ്ങിയിട്ട് സമയമില്ല. ഇപ്പം പ്രത്യേകിച്ച് മഴയാണ്, നമുക്ക് എപ്പോഴും അങ്ങനെ അങ്ങോട്ട് പണിയെടുക്കാനൊരു ഇത് ഉഷാറുണ്ടായിക്കൊള്ളുന്നില്ലല്ലോ. ചിലപ്പോൾ അങ്ങനെ മടി പിടിച്ചിട്ട് ഇരിക്കുകയും ചെയ്യും. ചിലപ്പം അങ്ങനെ മഴ പുറത്ത് ഇങ്ങനെ ഇരുട്ട് കുത്തി മഴ പെയ്യുന്ന സമയത്തൊന്ന് കിടക്കാൻ തോന്നും. കിടന്ന ആ ഒരു കിടത്ത് അങ്ങനെ കിടക്കുകയും ചെയ്യും. അപ്പോൾ രാവിലത്തെ പണികൾ എന്തായാലും ഇവിടുത്തെ നേരത്തെ തന്നെ ഒരുങ്ങൂട്ടോ. എല്ലാവർക്കും ഫുഡൊക്കെ കൊണ്ടുപോകേണ്ട കാരണം കൊണ്ട്. അപ്പോൾ അതൊക്കെ ആവാറുണ്ട്. പിന്നെയുള്ള ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഈ ഒരു മഴ സമയത്ത് ഇത്തിരി മടി തോന്നിക്കാറുള്ളത്. അപ്പോൾ എന്താണ്, അപ്പം അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഓരോ കാര്യങ്ങൾ. അപ്പം ഞാനിങ്ങനെ ആലോചിക്കും കേട്ടോ, നമുക്ക് ഓരോ ഏജ് ഇങ്ങനെ കൂടുന്ന സമയത്ത് എനിക്ക് മാത്രം തോന്നുന്ന കാര്യമാണോ എന്ന് അറിയില്ലല്ലോ. നിങ്ങൾക്ക് എന്താണെന്നെങ്കിലും ഒന്ന് അഭിപ്രായം പറയണം കേട്ടോ, കമൻറ്റ് ചെയ്ത് പറയണേ. എന്താണ് എല്ലാവർക്കും കമൻറ്റ് ചെയ്യാനൊക്കെ കുറേ ബുദ്ധിമുട്ടുണ്ടല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ എന്താണെന്നോ. എനിക്കിങ്ങനെ തോന്നും, ഇപ്പോൾ നമ്മൾക്ക് നേരത്തെ എണീക്കാൻ മടി ഒക്കെ അല്ലേ, പിന്നെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ മടി. നമ്മൾ കുറച്ചും കൂടെ കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നും. പക്ഷെ ചെയ്യാൻ പറ്റില്ല, വയ്യായികയൊക്കെ ആയിട്ടാണ് ചെയ്യാനായിട്ട് പറ്റില്ല. ഓരോ സ്ഥലത്തേക്കും എത്തണം എത്തണം എന്ന് തോന്നും, പക്ഷെ അവിടേക്ക് നമുക്ക് എത്താനും സാധിക്കില്ല. നമ്മുടെ ശരീരം ചിലപ്പോൾ അനുവദിക്കില്ല അല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ നമുക്കാണെങ്കിലോ സമയവും ഇല്ല, സമയമുള്ള സമയത്താണെങ്കിലോ നമുക്ക് അതിന് വയ്ക്കൂല. അപ്പോൾ അങ്ങനെയൊക്കെ ഞാനിങ്ങനെ തോന്നും കേട്ടോ. ഇനി എന്തൊക്കെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ. നമുക്ക് ഈ ഒരു അടുക്കളയിലും വീട്ടിലൊക്കെ തീരുന്നതാണല്ലോ നമ്മുടെ ഒരു ലൈഫ് എന്ന് പറയുമ്പോഴേക്കും. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ ആലോചിക്കും കേട്ടോ. കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ, എടുത്ത ഓരോ തീരുമാനങ്ങളൊക്കെ തെറ്റായിരുന്നു, അത് തിരുത്താനാണെങ്കിൽ നമുക്ക് ഇനി ഒരിക്കലും പറ്റൂല അല്ലേ. അപ്പോൾ തിരിച്ച് പോകാനും പറ്റില്ല, തിരുത്തി നമുക്ക് വരാനും പറ്റില്ല. അപ്പോൾ ഇനിയുള്ള കാര്യങ്ങളെങ്കിലുമൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് ഓരോ തീരുമാനങ്ങൾ എടുക്കാനും ഒക്കെ പറ്റിയെന്ന്. പക്ഷെ അതിന് നമുക്ക് ചില സാഹചര്യങ്ങൾ അനുവദിക്കുകയും ഇല്ല അല്ലേ. അങ്ങനെയൊക്കെ ഞാനിങ്ങനെ ആലോചിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. വെറുതെ നമ്മുടെ ഈ ഓരോ പണികൾ മാത്രമല്ല, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലിങ്ങനെ ചിന്തകൾ വരും. അപ്പം ഞാൻ വിചാരിക്കും, നമുക്കിനിപ്പോൾ 40 ആവാറായില്ലോ, ആയിട്ടില്ല കേട്ടോ. അപ്പോൾ ആവാറായി 38 ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എന്താണ്, അപ്പം അങ്ങനെയൊക്കെ എനിക്ക് മാത്രമാണ് ആ ചിന്തകൾ വരുന്നത്. കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. അത് ഞാൻ ചിലപ്പോൾ പറഞ്ഞാൽ അത് തെറ്റാവുമോ എന്ന് എനിക്കറിയില്ല. ഞാൻ എൻ്റെ മനസ്സിലിങ്ങനെ തോന്നിയതൊക്കെ അങ്ങനെ കണ്ട് പറയണതാണ് കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ സാമ്പാറിനുള്ള നാളികേരമൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പുളി വെള്ളത്തിൽ ഇടുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിത് കുറച്ച് വെള്ളത്തിലൊന്ന് ചെറിയ ചൂടുവെള്ളമാണ് കേട്ടോ, അത് ഒഴിച്ചിട്ട് അതൊന്ന് കഴുകി കളഞ്ഞതാണ് കേട്ടോ. അതിന് ശേഷം അതിൽ വെള്ളം ഒഴിച്ച് വെച്ചു. അപ്പോൾ നമുക്ക് എപ്പോഴും പറയാറുണ്ട്, നല്ലോണം അതൊന്ന് പിഴിഞ്ഞാൽ നല്ല പുളി പോരുകയും ചെയ്യും. പിന്നെ ഒരു കൊഴുപ്പും ഉണ്ടാകും കേട്ടോ. ആ ഒരു പുളി പിഴിഞ്ഞാൽ പച്ചവെള്ളം ഒഴിച്ചിട്ട് നമ്മൾ പിഴിഞ്ഞെടുക്കണേക്കാട്ടിലും എനിക്ക് തോന്നാറുണ്ട്. അപ്പം ഞാനെപ്പോഴും തിളച്ച വെള്ളം അല്ലെങ്കിൽ ചൂടുവെള്ളമൊക്കെ ഒഴിച്ചിട്ടാണ് കേട്ടോ. തിളച്ച വെള്ളം ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല, അത് ചൂടാറി പിഴിഞ്ഞെടുക്കാൻ കുറച്ച് സമയം എടുക്കുന്നു മാത്രം. അപ്പോൾ തിരക്കുള്ള സമയത്തൊക്കെ ആണെങ്കിൽ ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് വയ്ക്കുകയാണ് കേട്ടോ ചെയ്യാറ്. ഇപ്പം അത് കെറ്റിൽ തിളപ്പിച്ച് വെള്ളം ഇരുന്നിരുന്നു, അതാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ജസ്റ്റ് ഒന്ന് ക്ലീനിങ്ങും കഴിഞ്ഞു കേട്ടോ. ഈ പുക കണ്ടിട്ട് മഞ്ഞാണോ എന്നൊന്നും വിചാരിക്കേണ്ട കേട്ടോ, അത് മഞ്ഞൊന്നുമല്ല. ഇവിടെ ഞാനിങ്ങനെ പുകയ്ക്കണതാണ് ഇട്ടിട്ട്, എന്തറിയില്ല കേട്ടോ. ഇപ്പം മഴ പെയ്തുകൊണ്ടാന്ന് തോന്നുന്നു ഭയങ്കര ബുദ്ധിമുട്ട് കത്താനായിട്ട്. അവിടെ ഉള്ളിലിങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ പുക ഫുള്ളും നമുക്ക് ഇങ്ങോട്ടാണ് കേട്ടോ വരുന്നത്. അപ്പോൾ അകം ഫുള്ളും പുകയാണ്. അപ്പോൾ ഏട്ടത് എന്തെങ്ങനെ പുകയണമെന്ന് ചോദിച്ചിട്ട് വരുന്നുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയ്ക്ക്. അപ്പം ഞാനിത് കത്തിക്കുന്നുണ്ട്, ഇതിങ്ങനെ പുകഞ്ഞു വരിക. പിന്നെയും അത് തന്നെ കെടും, പെട്ടെന്ന് അങ്ങോട്ട് കെടും. അപ്പം ഞാൻ കലം ഇറക്കി വെച്ചിട്ട് പിന്നെയും അതിലേക്ക് കടലാസ് കത്തിച്ചിട്ടിട്ടൊക്കെ കത്തിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ ഒരു രക്ഷയില്ല, അങ്ങനെ
ഇത് പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ പറഞ്ഞല്ലോ, പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ ഈ ഒരു പരിപാടിക്ക് ഇപ്പോൾ നിൽക്കുന്നത്. അത് ഒരു പ്രശ്നം ഉണ്ടാവാറില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് തീയൊക്കെ പിടിച്ച് നല്ല സെറ്റായിട്ട് കിട്ടിക്കോളും. നല്ല ഉണങ്ങിയ വിറകുവാണല്ലോ. ഇതിപ്പോൾ ഞാൻ ഞായറാഴ്ച ഇതിൽ കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, അടുപ്പിൽ കത്തിച്ചിട്ടുണ്ടായിരുന്നില്ല. നനവുവാണല്ലോ, മഴയൊക്കെ പെയ്തിട്ട് അതിൻ്റെയൊക്കെ ആണെന്ന് തോന്നുന്നു കുഴപ്പം. ഇങ്ങനെ പുകഞ്ഞു, കുറേ നേരം പുകഞ്ഞു. അപ്പം ഞാനിതേ ഒരു സെൻറ്ററിൽ അടുപ്പിൻ്റെ അവിടെ വെച്ചിട്ട് ഇങ്ങനെ പേപ്പർ കത്തിച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പുറത്ത് കൂടെ അങ്ങോട്ട് അടുപ്പിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് കത്തിച്ചപ്പോഴേക്കും പിന്നെ സെറ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു തരി പോലും പുകയില്ലാണ്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം നമ്മൾ തന്നെ അങ്ങോട്ട് ചുറ്റിച്ചു കേട്ടോ. ഈ പുക കണ്ട് എടുത്താൽ പിന്നെ നമുക്ക് ശ്വാസം മുട്ടും പ്രശ്നങ്ങളൊക്കെയാണ് കേട്ടോ. അത് പുകയൊന്നും ഇല്ലാത്ത കാരണം കൊണ്ടാണ് നമ്മളിങ്ങനെ തട്ടിമുട്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മരുന്നൊന്നും കഴിക്കുന്നില്ല. ഇപ്പോൾ നല്ല ഒരു ഇതുണ്ട് കേട്ടോ. ഇപ്പോൾ പെയിൻ്റ് അടിക്കൊക്കെ അത്യാവശ്യം പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും വലിയതായിട്ട് അങ്ങോട്ട് പ്രശ്നമൊന്നും ഉണ്ടായില്ല. അപ്പോൾ അതും ചെയ്തിട്ട് അതൊക്കെ കുറച്ച് നേരം ഇങ്ങനെ പുകഞ്ഞു. പിന്നെ പെട്ടെന്ന് അങ്ങോട്ട് ശരിയായിട്ട് അത് സെൻട്രൽ അടുപ്പിൽ നമ്മൾ പേപ്പർ കത്തിച്ചൂല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ ശരിയാവും എനിക്കറിയാം. അപ്പോൾ അതെ, ഈ ഗ്യാപ്പ് കാണാനില്ല, അവിടെ ഒരു അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പോകും കേട്ടോ തീയെ. അപ്പോൾ അത് കണ്ടാൽ അപ്പം അറിയാം നമുക്ക് അതിൽ എയർ ഇങ്ങനെ പോകാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ കണ്ടില്ലേ, അപ്പോൾ പെട്ടെന്നാണ് കേട്ടോ അതങ്ങനെ ആയത്. കത്തിക്കൊണ്ടിരിക്കുന്ന ഇങ്ങനെ പുകഞ്ഞ് കത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പം തന്നെ പുകയൊക്കെ പോയിട്ട് നല്ല ക്ലിയർ ആയിട്ട് ഉണ്ട് കേട്ടോ. അങ്ങനെ അതെ, കുറച്ച് പാടുപെട്ടാലും നമ്മുടെ തീയൊക്കെ സെറ്റായി. ഇതിപ്പോൾ നമ്മൾ നേരം ഇല്ലാത്ത സമയത്താണ് ഈ പണി കിട്ടിയതെങ്കിൽ ആകെ പണി പാളും കേട്ടോ. ഒക്കെ താളം തെറ്റും. ഇത് പക്ഷേ നമ്മൾ നേരത്തെയൊക്കെ എണീച്ച കാരണം കൊണ്ടും പണികളൊക്കെ ഒക്കെ ഒരുങ്ങി സമയം അത്യാവശ്യം ഉള്ള കാരണം കൊണ്ടൊക്കെയാണ് കേട്ടോ. അപ്പോൾ അത് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല. അങ്ങനെ കുറച്ച് നേരം നമ്മുടെ അടുപ്പുമായിട്ടൊക്കെ ഒരു മൽപ്പിടുത്തമൊക്കെ കഴിഞ്ഞു. അതൊക്കെ സെറ്റായിട്ടോ. ഇപ്പോൾ ചായ വയ്ക്കട്ടെ. കടിയും പിന്നെ നമ്മുടെ കറിയും ഇവിടുത്തെ ഫുള്ള് പണിയും കഴിഞ്ഞ് ഇനിയിപ്പോൾ ചോറ് വയ്ക്കുക, കുടിക്കാനുള്ള വെള്ളം തിളപ്പിക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതെ, നമ്മുടെ കുക്കറിൽ ആ ഒരു കാര്യം മറന്നില്ല, നമ്മുടെ സാമ്പാറിനുള്ള പരിപ്പൊക്കെ വേവിച്ച് വെച്ചുല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ അതിലേക്ക് നാളികേരമൊക്കെ അരച്ചത് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് ചേർത്ത് കൊടുത്തു. നമ്മൾ ഇവിടേക്ക് എക്സിബിഷൻ കാണാൻ പോയ സമയത്ത് മേടിച്ചിട്ടുണ്ടായിരുന്നു സാമ്പാർ പൊടി ഉണ്ടല്ലോ. അപ്പോൾ അതിട്ടിട്ടാണ് കേട്ടോ നമ്മളിപ്പോൾ സാമ്പാർ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ നാളികേരം വറുക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് മല്ലിപ്പൊടി തരി ഒരു 1/2 ടീസ്പൂണൊക്കെയാണ് കേട്ടോ മല്ലിപ്പൊടി ചേർക്കും. ആവശ്യത്തിനുള്ള മുളക് പൊടിയും ചേർക്കും. പിന്നെ എന്താണ് മഞ്ഞൾപ്പൊടി അതിൽ തന്നെ ചേർക്കും. എന്നിട്ട് പിന്നെ നമ്മുടെ കുറച്ച് സാമ്പാർ പൊടി ഇടും. ഒരു 1-2 ടീസ്പൂൺ സാമ്പാർ പൊടി ഇടും കേട്ടോ. എന്നിട്ട് അങ്ങനെ വറുത്തെടുക്കുകയാണ് കേട്ടോ ചെയ്യലുള്ളത്. ചിലർ നമ്മൾ കറിയൊക്കെ ആയ സമയത്ത് നമ്മുടെ ചീനച്ചട്ടിയിലൊന്ന് ചൂടാക്കിയിട്ടാണ് സാമ്പാർ പൊടി ഇടുക എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ പക്ഷെ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അങ്ങനെ അതൊക്കെ ആക്കിയിട്ടോ. അപ്പോൾ അതേ തളയൊക്കെ വന്ന സമയത്ത് നമ്മൾ കടുകൊക്കെ പൊട്ടിച്ച് കറിവേപ്പിലിട്ട് വറ്റൽമുളകൊക്കെ പൊട്ടിച്ചിട്ട് അത് ചേർത്ത് കൊടുത്ത് നമ്മൾ അടിപൊളി സാമ്പാർ റെഡി ആയിട്ടോ. അത്യാവശ്യം സാമ്പാർ വെച്ചിട്ടുണ്ട്. എല്ലാവരും നല്ലോണം കഴിക്കും കേട്ടോ. ചോറിനൊക്കെ കൂടെ എടുക്കുകയാണെങ്കിൽ കൂടുതൽ സാമ്പാർ ഒഴിച്ചിട്ട് അങ്ങനെ കഴിക്കും. അപ്പോൾ അതേ നമ്മുടെ ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതൊക്കെ ചൂടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ചൂടുവെള്ളം നമ്മുടെ ഈ അരിയിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ അത് കഴുകി അരിയൊക്കെ വൃത്തിയാക്കി കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ ചോറ് വയ്ക്കാനായിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ അത് വെന്തിട്ട് ഊറ്റി വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ചായ കുടിക്കാനിരിക്കാറുള്ളത്. അല്ലെങ്കിൽ പിന്നെ ഈ ഒരു അരിയിട്ട ആ സമയത്ത് തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ പിന്നെ ഒന്ന് ഇത്തിരി നേരം ഇരുന്നിട്ട് അങ്ങനെ ചായ കുടിക്കാം. അല്ലെങ്കിൽ നമുക്ക് തിക്കും തിരക്കടിച്ചിട്ട് ചായ കുടിക്കണം കേട്ടോ. എനിക്കാണെങ്കിൽ കുറച്ച് സമയം ഇങ്ങനെ ഇരുന്ന് ചിലപ്പോൾ അവിടെ TV വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇരുന്ന് കണ്ടിട്ടൊക്കെയാണ് കേട്ടോ എൻ്റെ ഒരു ചായ കൂടി. അപ്പോൾ ഇപ്പോൾ ഞാനിതെന്തായാലും അരി ഇട്ടിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ പിന്നെ ചായ കുടിക്കാനായിട്ട് ഇരുന്നു കേട്ടോ. ചായ കുടിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും നമ്മുടെ ചോറൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു. അവിടെയൊക്കെ കുറച്ച് വെള്ളമൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ പുകച്ചലൊക്കെ കഴിഞ്ഞല്ലോ. അപ്പോൾ ഒന്ന് ഇതാ അവിടെ തുടച്ച് ഇട്ടു കേട്ടോ. അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഞാൻ ചായ കുടിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ വായിൽ എന്തിട്ടിട്ട് കടിക്കണമെന്ന് വിചാരിക്കും. അപ്പോൾ ബദാം കുതിർത്തായിട്ടിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് ആണ് കേട്ടോ കഴിക്കണത്. അപ്പോൾ ചായയും നമ്മുടെ ദോശയും ഒക്കെ എടുത്തു. ചായ ഒക്കെ കുടിച്ച് വന്നപ്പോഴേക്കും ചോറ് വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചോറ് ഊറ്റാനുള്ള പരിപാടി നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ മല്ലിയും മുളകൊക്കെ ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ നല്ലോണം ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്നാൽ ഈ മഴയൊക്കെയാണല്ലോ, അപ്പോൾ ഒരു
ഉണങ്ങിയില്ല എന്നൊരു തോന്നൽ. അപ്പോൾ അത് ഞാൻ മല്ലിയൊന്ന് വറുക്കുക, അല്ലെങ്കിൽ മല്ലി വറുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതെ മുളകും അത് അടുപ്പിൻ്റെ അവിടെ ഇട്ടിട്ടുണ്ട്. നല്ല ചൂടാണ് കേട്ടോ അവിടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല പോലെ മൊരിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ മല്ലി വറക്കൽ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അതിലേക്ക് മുളക് ബാക്കിയുള്ളത് ആ കവറിൽ അവിടെ ഇരിക്കുന്നുണ്ടല്ലോ, അതും കൂടെ ഈ ഒരു പാത്രത്തിൽ ഇട്ട് വെച്ചു കേട്ടോ. എന്നിട്ട് ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് അതും നല്ലോണം ചൂടായിട്ടുണ്ടായിരുന്നില്ല. അച്ചുമോളെ ഡോക്ടറെ കാണിക്കാൻ പോകേണ്ട ദിവസമായിരുന്നു കേട്ടോ, പക്ഷെ ഡോക്ടർ ഉണ്ടായിരുന്നില്ല. എല്ലാ തിങ്കളാഴ്ചയാണ് കേട്ടോ നമ്മൾ പോവാറുള്ളത്. ഇന്നലെ പക്ഷെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ പോണ സമയത്ത് മല്ലി മുളകും അവിടെ ഒരു മില്ലിൽ പൊടിക്കാൻ കൊടുത്തിട്ടാണ് കേട്ടോ പോയത്. വരുന്ന സമയത്ത് എന്തായാലും അത് നടന്നു. ഇന്നലെ ഭാഗ്യത്തിന് ചാച്ചിക്കുട്ടി അല്ല അച്ചുമോളിനെ ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് അത്രയും മഴയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അല്ല അത്രയും മഴയില്ല, ഇന്നലെ തീരെ മഴ ഉണ്ടായിരുന്നില്ല. പോയിട്ട് വരുന്നവരെ മഴ ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു 3 മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ നല്ല മഴ പെയ്യാൻ തുടങ്ങിയത്. നല്ല മഴ തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ നമ്മുടെ വിശേഷങ്ങൾ. അപ്പോൾ അത് ഇതിൻ്റെ ഈ ഒരു സൈഡിൽ നല്ല ചൂടാണ് കേട്ടോ. അടിയിലത്തെ മുളകൊക്കെ അങ്ങനെ കരിയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മറിച്ച് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ ചൂടുണ്ടോ എന്ന് നോക്കുക. നല്ല ചൂടുണ്ടായിരുന്നു. അപ്പോൾ നല്ലോണം അത് ഉണങ്ങി എന്താ പറയുക മൊരിഞ്ഞ പോലെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ആക്കണം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ.